ചില പന്തുകൾക്ക്, ചില സ്പെല്ലുകൾക്ക് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സൗഹൃദ വെടിവട്ടങ്ങളിൽ നമ്മളത് പെട്ടെന്ന് ഓർക്കും. കൂട്ടുകാരോട് ആ ഓർമ്മകൾ പങ്കുവെക്കും. അന്ന് ഗ്രൗണ്ടിൽ നടന്ന നിമിഷങ്ങളിൽ നമ്മളും തൊട്ടടുത്ത് നിന്ന് കണ്ടെന്ന മട്ടിൽ ആവേശപൂർവ്വം കോൾ മേൽക്കൊള്ളും. ജസ്പ്രീത് ബുംറ എന്ന ഇന്ത്യൻ പേസ് കുന്തമുന കഴിഞ്ഞ ദിനം ബെൻ ഡെക്കറ്റ് എന്ന ഇംഗ്ലീഷ് ഓപ്പണറെ അട്ടപ്പട്ടലം നിഷ്പ്രഭനാക്കി വിക്കറ്റ് തെറിപ്പിച്ചതിനു ശേഷം ഇതുവരെ ഇല്ലാത്ത വിധം ആവേശം കൊള്ളുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ക്യാപ്റ്റൻ ഹിറ്റ്മാനും അതേ ആവേശത്താൽ പ്രചോദിതനാവുമ്പോൾ നമ്മളും അതിലങ്ങ് മുഴുകുകയായിരുന്നു. പ്രിയപ്പെട്ട ക്രിക്കറ്റ് ഓർമ്മകളിൽ ഇതും കൂടി സ്റ്റോർ ചെയ്യുകയായിരുന്നു ആ സമയത്ത് നമ്മൾ. രോഹിത് ശർമാ's celebration in the background along with Jasprit Bumrah. We live for these moments. നമ്മൾ മുമ്പ് വഖാർ യൂനുസിന്റെയും വസീം അക്രത്തിന്റെയും സൈമൺ ജോൺസിന്റെയും ജെയിംസ് ആൻഡേഴ്സിന്റെയും ഡെയിൽ സ്റ്റെയിനിന്റെയും ഒക്കെ ഇൻസ്വിംഗ് പന്തുകൾ കണ്ട് ഊറ്റം കൊണ്ടിട്ടുണ്ട്. അതേ മാഗ്നിറ്റ്യൂഡിൽ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു പന്ത് കൊണ്ട് ബുംറ ഡെക്കറ്റിനെ അസ്തപ്രജ്ഞനാക്കുകയായിരുന്നു കഴിഞ്ഞ ദിനം. അതിനുശേഷമുള്ള ബുംറയുടെ ഒരു ആവേശമുണ്ട്. രോമാഞ്ചം. Jasprit Bumrah's open hand smiling celebration is cool, but his fist pumping aggressive celebration is fire. ഹൈദരാബാദിൽ ഡെക്കറ്റും പോപ്പും കൺവെൻഷണൽ സ്വീപ്പും റിവേഴ്സ് സ്വീപ്പുകളുമായി ഇന്ത്യൻ സ്പിന്നേഴ്സുമായി താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവരുടെ താളം തെറ്റിക്കുമ്പോൾ നായകന് രക്ഷകനായി ബുംറ അവതരിക്കുകയായിരുന്നു അന്നേരം. അതിനിടയിലും ക്യാപ്റ്റന്റെ DRS എടുക്കാനുള്ള മടി കാരണം അർഹിച്ചൊരു വിക്കറ്റ് കിട്ടാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ബുംറയ്ക്ക്. ആ സമയത്ത് ബുംറയുടെ നിരാശ നമ്മൾ ക്യാമറയിൽ കണ്ടതാണ്. ഇന്ത്യൻ ക്യാപ്റ്റന്മാരിൽ റിവ്യൂ എടുക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം ഏറെ മികവ് പുലർത്തുന്ന ആൾ തന്നെയാണ് രോഹിത് ശർമ്മ. വളരെ അപൂർവമായി മാത്രമാണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ പിഴവ് സംഭവിക്കാറുള്ളൂ. ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ രോഹിത്തിന് അത്തരമൊരു വലിയ പിഴവ് കാരണം നിർണായകമായ ഒരു റിവ്യൂ ഇന്ത്യ കളഞ്ഞു കുളിക്കുകയും ചെയ്തു. കീപ്പറുടെ വാക്കുകൾ വിശ്വസിച്ച് ഒരു റിവ്യൂ ആ സമയത്ത് എടുക്കാതിരിക്കുകയും ചെയ്തു രോഹിത് ശർമ്മ. അതിൽ റിവ്യൂ എടുത്ത കേസ് എന്ന് പറയുമ്പോൾ ബൗളറോ മറ്റ് ടീം അംഗങ്ങളോ പോലും വിക്കറ്റിനായി അപ്പീൽ ചെയ്യാതിരുന്നിട്ടും രോഹിത് അനാവശ്യമായി ഒരു റിവ്യൂ എടുക്കുകയായിരുന്നു. ഇംഗ്ലണ്ട് ഇന്നിംഗ്സിലെ 47ാമത്തെ ഓവറിലായിരുന്നു രോഹിത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പിഴവുണ്ടായത്. അക്ഷർ പട്ടേലായിരുന്നു ആ സമയത്ത് ഓവർ ചെയ്തിരുന്നത്. 74 റൺസുമായി ഒലി പോപ്പും 9 റൺസോടെ ബെൻ ഫോക്സുമായിരുന്നു ആ സമയത്ത് ക്രീസിൽ. ആ ഓവറിലെ 5ാമത്തെ പന്തിൽ പോപ്പ് ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. താരത്തിന്റെ പാഡിൽ തട്ടി ഉയർന്ന പന്ത് വിക്കറ്റിന് പിന്നിലേക്ക് ഉയരുന്നു. സ്ലിപ്പിൽ ഫീൽഡ് ചെയ്ത രോഹിത് വലതുവശത്തേക്ക് ഡൈവ് ചെയ്തുകൊണ്ട് ബോൾ കൈക്കുള്ളിലാക്കി നേരെ കീപ്പർ KS ഭരത്തിന് ത്രോയും ചെയ്യുന്നു. ഓഫ് സ്റ്റമ്പിന് ഏറെ പുറത്തേക്ക് പോയ ഒരു പന്തായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അക്ഷറോ ഭരത്തോ LBW വിക്കറ്റിനായി ആ സമയത്ത് അപ്പീൽ ചെയ്തിരുന്നില്ല. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സ്ലിപ്പിൽ നിൽക്കുകയായിരുന്ന രോഹിത് ശർമ്മ തികച്ചും അപ്രതീക്ഷിതമായി റിവ്യൂ എടുക്കുകയായിരുന്നു. കീപ്പറായ ഭരത്തിനോടോ അതുപോലെ ബോൾ എറിഞ്ഞ അക്ഷറിനോടോ പോലും അഭിപ്രായം ചോദിക്കാതെയായിരുന്നു രോഹിത്തിന്റെ ഏകപക്ഷീയമായ ഈ തീരുമാനം. ഇത് വലിയ മണ്ടത്തരമായെന്ന് പിന്നാലെ വ്യക്തമാവുകയും ചെയ്തു. ബാറ്റിൽ എഡ്ജുണ്ടോ എന്നാണ് തേർഡ് അമ്പയർ ആദ്യം പരിശോധിച്ചത്. പക്ഷേ ബാറ്റിലോ ഗ്ലൗസിലോ തട്ടിയിട്ടില്ലെന്ന് അൾട്രാ എഡ്ജിൽ ആ സമയത്ത് വ്യക്തമാവുകയായിരുന്നു. തുടർന്ന് LBWയുടെ സാധ്യതയാണ് തേർഡ് അമ്പയർ പരിശോധിച്ചത്. അവിടെയും തീരുമാനം ഇന്ത്യക്ക് എതിരാവുകയായിരുന്നു. ഓഫ് സ്റ്റമ്പിന് ഏറെ പുറത്തു വെച്ചാണ് ബാറ്റ്സ്മാന്റെ പാഡിൽ പന്ത് തട്ടിയതെന്ന് വ്യക്തമായതോടെ തേർഡ് അമ്പയർ അത് നോട്ട് ഔട്ട് വിളിക്കുകയായിരുന്നു. ആ സമയത്ത് ബൗണ്ടറി ലൈനിന്റെ അരികിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന ബുംറയെ ക്യാമറയിൽ കാണിച്ചപ്പോൾ അദ്ദേഹം വളരെ നിരാശനായിട്ടാണ് കാണപ്പെട്ടത്. കാരണം അതിനു മുമ്പ് തനിക്ക് റിവ്യൂ നിഷേധിച്ച രോഹിത് ബോളറായ അക്ഷർ പട്ടേൽ അപ്പീൽ ചെയ്യാതിരുന്നിട്ട് പോലും റിവ്യൂ എടുത്തതിന്റെ ഒരു അതൃപ്തി ബുംറയുടെ മുഖഭാവത്തിൽ ആ സമയത്ത് വ്യക്തമായിരുന്നു. ലഞ്ചിന് ശേഷമുള്ള തന്റെ ആദ്യ ഓവറിൽ തന്നെ ഡെക്കറ്റിനെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുമ്പോൾ അമ്പയറുടെ വിരലുകൾ ഉയരാത്ത സാഹചര്യത്തിൽ അവിടെ DRSന് പോവേണ്ടെന്ന വിക്കറ്റ് കീപ്പറായ ഭരത്തിന്റെ നിർദ്ദേശത്തെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഒരു ഘട്ടത്തിൽ പിന്താങ്ങിയിരുന്നു. എന്നാൽ സ്ക്രീനിൽ അതൊരു തെറ്റായ തീരുമാനമായിരുന്നെന്ന് തെളിഞ്ഞപ്പോൾ സകല അമർഷവും പ്രകടിപ്പിക്കുന്ന ബുംറയുടെ ഒരു മുഖം ആ സമയത്ത് തെളിയുന്നുണ്ടായിരുന്നു. ഇനി ഒരുത്തിൻ്റെയും DRSന് വിട്ടുകൊടുക്കാതെ താൻ തന്നെ അരിഞ്ഞിട്ടോളാമെന്ന വാശിയുമായി അയാൾ വീണ്ടും ഓടിയെടുക്കുകയാണ്. ഡെക്കറ്റിന്റെ പ്രതിരോധം തന്റെ രണ്ടാം ഓവറിൽ ഒരു ഇൻസ്വിംഗിൽ തകർത്ത് കളയുകയായിരുന്നു ജസ്പ്രീത് ബുംറ. വിക്കറ്റ് അങ്ങ് തെറിച്ച് മാറുകയാണ്. ആനന്ദം ഇന്ത്യൻ ആരാധകർക്ക് സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യയെ ബുംറ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു നിമിഷമായിരുന്നു അത്. ഈ ടെസ്റ്റിലെ ഏറ്റവും മനോഹരമായ പന്തുകളിലൊന്ന്. ഏതായാലും ഇന്ത്യക്കെതിരെ ആദ്യ ടെസ്റ്റിൽ തോൽവി ഒഴിവാക്കാൻ പൊരുതുന്നുണ്ട് ഇംഗ്ലണ്ട്. മൂന്നാം ദിനം അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 316 റൺസാണ് എടുത്തിട്ടുള്ളത്. ഇതോടെ ആദ്യ ഇന്നിംഗ്സിൽ 190 റൺസ് ലീഡ് വഴങ്ങി ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയേക്കാൾ 126 റൺസ് മുന്നിലെത്തിയിട്ടുണ്ട്. ഐതിഹാസിക പ്രകടനവുമായി ബാറ്റിംഗ് തുടരുന്ന ഒല്ലി പോപ്പിന്റെ മികവിലാണ് ഇംഗ്ലണ്ട് മത്സരത്തിലേക്ക് തിരിച്ചെത്തിയത്. ഏഷ്യയിൽ രണ്ടാമത്തെയും ടെസ്റ്റിൽ 5ാമത്തെയും സെഞ്ചുറി തികച്ച ഒല്ലി പോപ്പ് ഇംഗ്ലണ്ടിന്റെ രക്ഷകനാവുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. 206 പന്തിൽ 17 4 അടക്കം ഇതുവരെ 148 റൺസാണ് ഒല്ലി പോപ്പ് നേടിയത്.
ഒരു ഘട്ടത്തിൽ 5-ന് 163 റൺസ് എന്ന നിലയിൽ ഇന്നിംഗ്സ് തോൽവി തുറച്ചു നോക്കുന്നതിനിടെ 6ാം വിക്കറ്റിൽ ഒലി പോപ്പിനൊപ്പം ബെൻ ഫോക്സ് ചേർന്നത് നിർണായകമായി. 112 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഈ മത്സരത്തിൽ ഉണ്ടാക്കിയത്. നേരത്തെ 246 മറുപടിയായി ഇന്ത്യ 436 റൺസാണ് ഒന്നാം ഇന്നിംഗ്സിൽ സ്കോർ ചെയ്തത്. അപ്പോൾ ഏതായാലും ഇംഗ്ലണ്ട് 125ഓളം റൺസ് ലീഡ് നേടിയിരിക്കെ വരുന്ന ദിവസങ്ങളിൽ ഒലി പോപ്പിന്റെ ബാറ്റിംഗ് അല്ലെങ്കിൽ അദ്ദേഹം വാലറ്റക്കാർക്കൊപ്പം ചേർന്നുകൊണ്ട് വലിയൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് പണിയാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും ഇതുപോലൊരു മാന്ത്രിക സ്പെല്ലുമായി ജസ്പ്രീത് ബുംറ മത്സരത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ.